ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക്. സോ നമ്മൾ റിവ്യൂ ചെയ്യേണ്ട തമിഴ് മൂവിയാണ്. 2024 റിലീസ് ചെയ്ത തിയേറ്ററിലാണോ വൻ പരാജയമാണോ ഒന്നും ആരും അറിയാതെ സൈലൻ്റായി പോയിട്ട് പൊട്ടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ മൂവി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയത് ഇലക്ഷൻ എന്നാണ് മൂവിയുടെ പേര്. 2024 റിലീസായിരുന്നു. വിജയ് കുമാറാണ് ഇതിൻ്റെ ലീഡർ റോളിൽ വന്നിട്ടുള്ളത്. തമിഴാണ് ഡയറക്ഷൻ. പ്രീതിയാണ് ഇതിൻ്റെ ആക്ടർ റോളിൽ വന്നിട്ടുള്ളത്. റിച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയോട് പ്രധാനമായി കാസ്റ്റിംഗായി വരുന്നുണ്ട്. ഇലക്ഷനെ കുറിച്ച് ഞാൻ പറയാതെ നമുക്ക് എല്ലാവർക്കും പറയാം എന്തുകൊണ്ടായിരിക്കാം ആ പേര് കാരണം എന്നൊക്കെ. ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേക ടീസറാണ് ട്രെയിലറാണ് എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ വിജയ് കുമാർ എന്ന് പറഞ്ഞ നടൻ അല്ലെങ്കിൽ ആ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് റൈറ്റർ, അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നിക്കില്ല. കാരണം മുറിയടി കണ്ടുള്ള പോലത്തെ വ്യക്തിയുടെ പടങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ തൊട്ടുമ്പോൾ സീനാണ് കാരണം ആ ബീജിയമും കാരണങ്ങളൊക്കെ കൊടുത്തിട്ട് ഗംഭീരമായി തന്നെയാണ് ആ സീൻസും കാരണം കൊടുത്തത്. കാരണം തീർച്ചയായിട്ടും ഞാൻ കാണുമ്പോൾ എനിക്ക് ആ സീൻസ് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു രോമാഞ്ചം വന്ന പോലെ അവസ്ഥ തന്നെയായിരുന്നു തീർച്ചയായിട്ടും. കാരണം വളരെയധികം റിപ്പീറ്റ് അടിച്ചുള്ള കണ്ട ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഫാക്ടറി എറിഞ്ഞ് പൊട്ടിക്കുന്ന സീൻസൊക്കെ. അപ്പോൾ റിയലി ഇറ്റ്സ് എ ബെറ്റർ ഫിലിം എന്ന് വേണമെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് കുറേ വന്നും പോയി ഉണ്ടായിരുന്നു, ഒന്നും തന്നെ കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റോറി നോക്കാൻ നമ്മുടെ കഥാനായകനുണ്ട്. കഥാനായകൻ്റെ അച്ഛൻ നമ്മുടെ നെപ്പോളിയൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ വ്യക്തിയാണ് അച്ഛനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയം പ്രധാനമായിട്ടും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തലമുറയായിട്ട് ഈ ഇലക്ഷൻ നിൽക്കണം എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വില്ലനുണ്ട്. അത് വില്ലൻ്റെ മകളായിട്ട് നമ്മുടെ ഇവർ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം നമ്മുടെ നായകൻ്റെ അച്ഛനെ ഇലക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വില്ലൻ്റെ അച്ഛനെ ചതിച്ച് പുറത്തെ പാർട്ടിക്ക് ചാടും, മറികണ്ടൻ ചാടും. ആ പരിപാടിയും കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ തെറ്റുന്നു. നായിക വേറെ കല്യാണമൊക്കെ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ നായക ഡിപ്രഷനിലോട്ട് പോകുന്നു. വീണ്ടും നമ്മുടെ പുതിയൊരു നായിക വരുന്നു. അവളത്തെ മോട്ടിവേഷൻ വന്നു, അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. വീണ്ടും ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി അധികാരമോഹം വരുന്നു. അങ്ങനെ നമ്മുടെ നായകൻ അതിലോട്ട് നായകൻ ഇറക്കുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ കയറി വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കും വീണ്ടും നമ്മുടെ നായകനെ നിർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് പടത്തിൻ്റെ സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഇടയ്ക്ക് കുറേ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പോരായ്മ തിരക്കഥ. ഇറ്റ്സ് എ വെരി ബോർ തിരക്കഥ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം തിരക്കഥ വൻ ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒട്ടും തന്നെ തിരക്കഥ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനാണ്. ഇലക്ഷന് ആദ്യം നായകൻ്റെ അച്ഛൻ നിൽക്കുന്നു, നായകൻ നിൽക്കുന്നു, അതിൻ്റെ ഭാര്യ നിൽക്കുന്നു. ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ വോട്ടിന് വേണ്ടി ഇറങ്ങുന്നു. അതിനിടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ അച്ഛനോട് ചൂടാവുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ മരിക്കുന്നു. അങ്ങോട്ടും തമ്മിൽ തല്ലി ചേരിത്തല്ലും പരിപാടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവസാനം ക്ലൈമാക്സൊക്കെ എന്തൊക്കെയോ എടുത്ത് കാണിച്ച് വൺ കുളമാക്കി അവിൽ പരമാക്കി വെച്ചിട്ടാണ് ഇലക്ഷനെ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയില്ല കേട്ടോ. ഇതിൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം. ഇത് നമ്മുടെ പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്ത മൂവിയായിരുന്നു ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. വിജയ് കുമാർ എന്ന് പറഞ്ഞ നടനാണ്. അദ്ദേഹം പ്രധാന ലീഡ് റോള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ വെരി വേസ്റ്റ് ഫിലിം എന്നാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണത്തിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, സമയം ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ ഇലക്ഷൻ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതിനും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കാര്യം ഒന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ.